സ്നേഹമുള്ളവരെ, നമുക്കറിയാം നേതാക്കന്മാർക്ക് അവരുടെ അണികളെ ആവശ്യമാണ്. അവർക്ക് അണികളെ നഷ്ടപ്പെടുക എന്നുള്ളത് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ അണികളെ കൂടെ നിർത്തുവാനായിട്ട് എന്ത് വഴികളും ഏത് ഉപായവും അവർ അതിനുപയോഗിക്കും. യേശു പക്ഷേ ഈ ഒരു ഗണത്തിൽപ്പെടുന്ന നേതാവായിരുന്നില്ല. അത് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കേൾക്കുന്നുണ്ട്. തന്നെ അനുഗമിച്ചവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് തീരുമാനമെടുക്കുവാനായിട്ടുള്ള ഒരു അവസരം യേശു നൽകുകയാണ്. തന്നെ അനുഗമിക്കണമോ അല്ലെങ്കിൽ തന്നെ വിട്ടുപോകണമോ, അതിനുള്ള വാതിൽ യേശു തുറന്നിടുകയാണ്. തീർച്ചയായിട്ടും കുറച്ച് മനുഷ്യർ ഈ ചോദ്യത്തിനു ശേഷം യേശുവിനെ വിട്ട് പോകുന്നുണ്ട്. കാരണം ഈ മനുഷ്യർ ചിന്തിച്ചത് യേശുവിനെ അനുഗമിക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ അവനോടുകൂടെ ആയിരുന്നപ്പോൾ അവർക്ക് മനസ്സിലായി അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. അതുകൊണ്ട് അവർ പറയുകയാണ്, യേശുവിൻ്റെ ഈ പാത അത്ര എളുപ്പമുള്ളതല്ല. അങ്ങനെ കുറച്ച് പേര് യേശുവിൽ നിന്നും വിട്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിനൊപ്പം നമ്മൾ കാണുന്നു കുറച്ച് പേര് യേശുവിനെ അനുഗമിക്കുന്നതായിട്ട്, യേശുവിനോടൊപ്പം നിൽക്കുന്നതായിട്ട്. തീർച്ചയായിട്ടും യേശുവിനെ അനുഗമിക്കുന്നതിൽ യേശുവിൻ്റെ വഴിയെപ്പറ്റി അവർക്ക് കൃത്യമായിട്ടുള്ള അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവർ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് ധൈര്യത്തോട് പറയുന്നത്, ഞങ്ങൾ എവിടെ പോകാനെന്ന്. ഇങ്ങനെ ഈ ധൈര്യത്തോടു കൂടി യേശുവിനൊപ്പം നിൽക്കുവാനായിട്ട് തീരുമാനമെടുത്തവർ രണ്ട് സുന്ദരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്നാമത്, ഇവരുടെ വിളി പിതാവായ ദൈവത്തിൻ്റെ തന്നെ ഒരു സമ്മാനമാണെന്നുള്ളത്. രണ്ടാമത്, യേശുവിനൊപ്പം നിൽക്കുന്നവർ ഇതിലും സുന്ദരമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുമെന്നുള്ളത്. ഇപ്രകാരം ഈ രണ്ട് രീതിയിൽ ദൈവത്തെ കാണുന്നവർ, വിശ്വാസത്തെ കാണുന്നവർ നമ്മുടെ സമൂഹത്തിലുമുണ്ട്. ദൈവത്തെ എനിക്ക് ആവശ്യമില്ല, സഭയെ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പലരെങ്കിലും നമ്മുടെ ചുറ്റുമുണ്ടാകും. അതിന് അവർക്ക് തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ചില കാരണങ്ങളുമുണ്ടാകും. പലപ്പോഴും അവർ കേൾക്കുന്നത് നല്ലതല്ലാത്ത വാർത്തകളായിരിക്കാം. സഭയെയും വിശ്വാസത്തെയും മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒത്തിരി വാർത്തകളുടെയും കാര്യങ്ങളുടെയും ഒക്കെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാധ്യമങ്ങൾ മനഃപൂർവ്വം അവതരിപ്പിക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇവയെ സഭയുമായിട്ട് ബന്ധിപ്പിക്കുക. എന്നിട്ട് അവർ പറയും, ഈ സഭയിൽ മുഴുവനും ഇതുതന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സഭയെ, ഈ വിശ്വാസത്തെ ആവശ്യമില്ല. പലപ്പോഴും സത്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ എളുപ്പ വഴികൾ തേടിപ്പോകുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. യേശു സത്യത്തിൽ ഒരു മനുഷ്യനെയും നഷ്ടപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാൽ കൂടിയും യേശു ആരെയും ബലപ്രയോഗത്തിലൂടെ നിർബന്ധപൂർവം തന്നിലേക്ക് ചേർത്ത് നിർത്തുന്നില്ല. എല്ലാവർക്കും സ്വയമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള തീരുമാനം എടുക്കുവാനായിട്ടുള്ള അവസരം അവൻ നൽകുകയാണ്. പത്രോസിനെയും കൂട്ടരെയും പോലെ യേശുവിനൊപ്പം വിശ്വസ്തതയിൽ നിലനിൽക്കുവാനായിട്ട് ധൈര്യം ആവശ്യമാണ്. അതിന് കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള ദൈവാനുഭവം ആവശ്യമാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിൽ ആയിരിക്കുന്നത്, ദൈവത്തോടൊപ്പം ആയിരിക്കുന്നത് സുന്ദരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ദൈവത്തിലാണ് നിത്യജീവൻ്റെ വചസ്സുകൾ. അതെ, ദൈവം എന്നുള്ളത് നമ്മളെ ജീവനിലേക്ക് നടത്തുന്ന പാതയാണ്, അല്ലാതെ നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന വഴിയല്ല. ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്തുവാനായിട്ട് ശക്തമായിട്ടുള്ള വിശ്വാസം ആവശ്യമാണ്. അത് നല്ല കാലത്തും അത്ര നല്ലതല്ലാത്ത കാലത്തും നമുക്ക് ആവശ്യമാണ്. ഈ ഒരു ശക്തമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിത്തറയ്ക്കായിട്ട് ദൈവാനുഭവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.